മലപ്പുറത്ത് നിന്ന് തിരിച്ചു വരികയാണ്. സംവാദം കണ്ടിട്ട് നമ്മളെ 2 മിനിറ്റ് കൊണ്ട് പരാജയപ്പെടുത്തുന്ന സംവാദം കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അവിടെ രസകരമായിരുന്നു സംവാദം. സുന്നി മുജാഹിദ് തർക്കം പോലെ അല്ലെങ്കിൽ മുജാഹിദ് ഗ്രൂപ്പുകളുടെ തർക്കം പോലെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായിട്ട് ചർച്ചകൾ നടന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് പിരിഞ്ഞു പോയത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം, അത് കണ്ടവരും കാണാത്തവരൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും. ഒരു കാര്യം, മാഷ് മറുപടി ഇനി യൂട്യൂബിൽ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നാണ്. അവിടെ മുഴുവൻ പരിപാടി കണ്ടിരുന്ന ഒരാള് എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് 2 വാക്ക് പറയണം തോന്നുന്നു. അയ്യൂബ് മൗലവിയുടെ വിഷയ അവതരണം തുടക്കത്തിൽ കഴിഞ്ഞതിന് ശേഷം ജബ്ബാർ മാഷിന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 20 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പറയാം. ഇതിന്റെ ബാക്കി വിശദമായ കാര്യങ്ങൾ യൂട്യൂബിൽ ഞാൻ ഇടുന്നതുമാണ്, തെളിവുകളും ക്ലിപ്പുകളും ഒക്കെ. അങ്ങനെ പറയുമ്പോൾ അതില് എന്താണ് അസാംഗത്യമുള്ളത്? അതുപോലെ തന്നെ അയ്യൂബ് മൗലവി തന്റെ നിലപാടുകള് മാറ്റങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അദ്ദേഹത്തോട് ആരോ ചോദിച്ചപ്പോ, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ എഴുതി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതും അത് തന്നെ മറുപടിയാണ്. ഞാനത് വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഓരോന്നിനും ഞാൻ തന്നെ എതിർത്തുകൊണ്ട് ഉടനെ തന്നെ യൂട്യൂബിൽ ഇടുന്നതാണ്. അത് രണ്ടിലും ഞാനൊരു കുഴപ്പം കാണുന്നില്ല. രണ്ടും തുല്യമായി തന്നെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് സമയം കൊണ്ട് പറയാവുന്ന കാര്യങ്ങളല്ല പല കാര്യങ്ങളും. അറബി ഭാഷ അറിയാതെ ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ, ക്ലാസ് എടുക്കാൻ താനാരാണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ സംവാദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയാത്ത കാര്യങ്ങൾ പിന്നീട് യൂട്യൂബിൽ പറയും എന്ന് പറയുമ്പോൾ അതിനെ മാത്രം ഒരു പോയിന്റാക്കി എടുത്തുകൊണ്ട് പയൽവാൻ ജയിച്ചേ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വിശ്വാസി വിഭാഗങ്ങൾ സത്യസന്ധരാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി സത്യസന്ധരാവണം. എന്നെ പോലുള്ള ഒരുപാട് പേര് അവിടെ പോകുന്നത് ആരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ല. നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ഈശ്വരവാദികളോ യുക്തിവാദികളോ എവിടെയും ആരെയും റെപ്രസെന്റ് ചെയ്യാതെ തന്നെ അവിടെ ചെല്ലുന്ന ആളുകളുണ്ട്. അവർ അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ അവർക്ക് ശരിയെന്ന് തോന്നിയത് സ്വീകരിക്കാനുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ സംവാദം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കാരണം വിശ്വാസം അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരിയും തെറ്റും അയാൾ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതിൽ അയാൾ സന്തുഷ്ടനാണ്. അത് സമാധാനപരമായി സ്വീകരിക്കുന്നവരാണ്. അപ്പൊ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ വരുമ്പോൾ കൈയടിക്കുകയും അല്ലാത്തപ്പോൾ സങ്കടപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് അവിടെ തന്നെ കാണാം. ആളുകൾ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഇരുന്നിട്ട് ഓരോ ഘട്ടത്തിലും കൈയടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൈയടിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു സംഗതിയൊന്നുമില്ല, എന്നാലും കൈയടിക്കുന്നത്. അതേപോലെ തന്നെ ഈ അവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികളായ ആളുകളും ചില പോയിന്റുകൾ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ കൈയടിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിജയപരാജയത്തിന്റെ ഒന്നും അവിടെ ഇല്ല. അവിടെ കൂടിയ ആളുകൾക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മതം ഡിബേറ്റ് ചെയ്യപ്പെടാവുന്ന ഒന്നാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുമെന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മതം ഒരു ഡിബേറ്റിന് വിധേയമാകണം. മതം ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണ്. ഏകപക്ഷീയമായി യാതൊരു ചോദ്യവും ഉന്നയിക്കപ്പെടാതെ പോകരുത് എന്ന ഒരു മാനസികാവസ്ഥ വളർന്നു വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാലത്ത് ധാരാളം പോലീസുകാരുണ്ട് അവിടെ. അപ്പൊ ഞാൻ ഒരു പോലീസുകാരനോട് ചോദിച്ചു, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഇവിടെ നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഇത് മലപ്പുറം ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇവിടെ അയ്യൂബ് മൗലവി ഇത് അവതരിപ്പിക്കുമ്പോൾ തന്നെ
അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എപ്പോഴും ചെറിയ ഒരു വാലറ്റം അദ്ദേഹം ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. എല്ലാവരെയും സുഹൃത്തുക്കളാക്കി നിലനിർത്തണമെന്നും കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മാറ്റമുണ്ടാവുമെന്നും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് മാറ്റമുണ്ടാവും. അദ്ദേഹം ഇനിയും ചിന്തിച്ച് നാളെ പഴയ കൂടാരത്തിലേക്ക്, പഴയ ക്യാമ്പിലേക്ക് തിരിച്ചു പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ചിന്തയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയും തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ചിന്ത മനുഷ്യർക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തില് വളരെ പോസിറ്റീവായിട്ടുള്ള ഡിബേറ്റ് ആയിരുന്നു. അതിന് ഏതെങ്കിലും ഒരു ഒറ്റവാചകം കൊണ്ട് എന്താ പറയാ, ആഴക്കടലിൽ മുങ്ങി എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒറ്റവാചകം കൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ മെറിറ്റ് ഇല്ലാതാക്കുന്നത് ഒരു മോശപ്പെട്ട പണിയാണ്. അത് ചെയ്യുന്നത് വിശ്വാസി വിഭാഗമായതുകൊണ്ട് ആണ് അവരോട് പറഞ്ഞത്. ആരും അത് മുഴുവൻ കേൾക്കണം. ഈ 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്ന തുടർച്ചയായി നടന്നിരുന്ന ഡിബേറ്റുകൾ കേൾക്കണം, ചോദ്യങ്ങൾ കാണണം, കേൾക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് എന്നും എന്തുകൊണ്ടാണ് ഈ ഉത്തരങ്ങൾ ആളുകൾക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? മലപ്പുറം പോലെയുള്ളൊരു സ്ഥലത്ത് ഇത് ഇത്രയും വിശാലമായി ചർച്ച ചെയ്തിട്ടും ആർക്കും ഒരു തരത്തിലുമുള്ള മതവികാരം ഇളകാതിരിക്കാനുള്ള കാരണം എന്താണ്? പലപ്പോഴും 1-2 ഘട്ടങ്ങളിലായിട്ട് അയ്യൂബ് മൗലവി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ, നിങ്ങൾ കോടിക്കണക്കിന് ആളുകൾ, അനുയായികളുള്ള ഒരു മതവിഭാഗത്തിന് നേതാക്കളെയാണ് നിങ്ങൾ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് മെല്ലെ ആ വിഷയത്തെ ഒന്ന് വികാരവൽക്കരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജബ്ബാർ മാഷ് വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും പ്രകോപിപ്പിച്ചിട്ടില്ല, മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചിട്ടില്ല, ഞാൻ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെയാണ്, അതിലുള്ള പൊള്ളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയണ്ടേ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അങ്ങനെ കാണിക്കാൻ കഴിയണം. ഏത് ആദർശമാണെങ്കിലും ഏത് ചിന്താധാരയാണെങ്കിലും അതിനെതിരെ സംസാരിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശം വിട്ടുകൊടുക്കുക, വകവെച്ചു കൊടുക്കുക എന്നതാണ് ജനാധിപത്യം. അപ്പൊ അതുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അഫ്ഗാനിസ്ഥാനിലോ സൗദി അറേബ്യയിലോ മറ്റോ പോയിട്ട് മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം നിലനിർത്തേണ്ടതുണ്ട്. എല്ലാവരും മതം എന്ന് മാത്രമല്ല, മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള അവകാശം നിലനിർത്താൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇന്ന് ഇത്രയും നേരം അവിടെ ചെലവഴിച്ചതിൽ സന്തോഷകരമായിട്ടുള്ള കാര്യം, അവരെല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടി പിരിഞ്ഞു പോവുകയും എല്ലാവരും ഇനിയും നമുക്ക് ചർച്ചകൾ ചെയ്യാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു താല്പര്യത്തെ നിലനിർത്താൻ അസത്യപ്രചരണം എല്ലാവരും ഒഴിവാക്കണമെന്നും എല്ലാവരും ആ വീഡിയോ മുഴുവൻ കാണുകയും അവർക്ക് ശരിയെന്ന് തോന്നിയതിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഭിപ്രായം രൂപീകരിക്കുകയോ ചെയ്യണമെന്നുമാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. നന്ദി.